വിജയ് നായകനായി എത്തുന്ന ജനനായകൻ പൊങ്കൽ റിലീസായി ജനുവരി 9 റിലീസിന് ഒരുങ്ങുകയാണ്. തെലുങ്കിൽ ബാലയ്യ നായകനായി പുറത്തിറങ്ങിയ ഭഗവന്ത് കേസരിയുടെ തമിഴ് റീമേക്കാണ് ജനനായകൻ. സിനിമയുടെ ട്രെയിലർ പുറത്തുവന്ന നാൾ മുതൽ സമ്മിശ്ര ജനനായകന് ലഭിക്കുന്നത്. അവസാന ചിത്രമായ വിജയ് ഒരു റീമേക്ക് സിനിമ ചെയ്യേണ്ടിയിരുന്നില്ല എന്നാണ് കമന്റുകൾ. എന്നാൽ ഇത് ആദ്യമായി അല്ല വിജയ് ഒരു തെലുങ്ക് ചിത്രം റീമേക്ക് ചെയ്യുന്നത്. 1992 കെ. സെൽവഭാരതിയുടെ സംവിധാനത്തിൽ വിജയ് നായകനായെത്തിയ 'നിനത്തേയ് വന്ദൻ' എന്ന ഒരു മ്യൂസിക്കൽ കോമഡി ചിത്രമായി പുറത്തിറങ്ങിയ ചിത്രം കെ. രാഗേന്ദ്രറാവു ഒരുക്കിയ തെലുങ്ക് ചിത്രം 'പെല്ലി സെൻട്രി' എന്ന ചിത്രത്തിന്റെ റീമേക്കായിരുന്നു. ശ്രീകാന്ത്, റെവലി, ദീപ്തി പട്നായക് എന്നിവർ അഭിനയിച്ച സിനിമയ്ക്കായി സംഗീതം ഒരുക്കിയത് എം. കീരവാണി ആയിരുന്നു. ഹിറ്റ് കോംബോ ആയിരുന്ന വിജയ് സിമ്രൻ ഒന്നിച്ച സിനിമയായിരുന്നു 'പ്രിയമാനവളേ'. കെ. സെൽവഭാരതി ഒരുക്കിയ സിനിമ വലിയ വിജയമാണ് ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയെടുത്തത്. ഈ ചിത്രം വെങ്കടേഷ് നായകനായി എത്തിയ തെലുങ്ക് ചിത്രം 'പവിത്ര ബന്ധത്തിന്റെ' റീമേക്കായിരുന്നു. മുത്തല്യ സുബയ്യ സംവിധാനം ചെയ്ത 'പവിത്ര ബന്ധത്തിൽ' സൗന്ദര്യ ആയിരുന്നു നായികയായി എത്തിയതും. പി. അരുൺ സംവിധാനം ചെയ്ത അരുൺ പ്രസാദ് സംവിധാനം ചെയ്ത വിജയ്, വിവേക്, ഭൂമിക എന്നിവർ കേന്ദ്ര കഥാപാത്രമായി എത്തിയ സിനിമയായിരുന്നു 'ബദ്രി'. ഒരു ആക്ഷൻ ഡ്രാമ സിനിമയായി ഒരുക്കിയ സിനിമ വലിയ വിജയമാണ് നേടിയത്. സംവിധായകന്റെ തന്റെ തെലുങ്ക് ചിത്രമായ 'തമ്മുടുവിന്റെ' തമിഴ് റീമേക്കായിരുന്നു ഈ വിജയ് ചിത്രം. പവൻ കല്യാണായിരുന്നു തെലുങ്ക് പതിപ്പിൽ നായകനായി എത്തിയതും. വിൻസെന്റ് സെൽവ ഒരുക്കിയ വിജയ് നായകനായി എത്തിയ റൊമാന്റിക് കോമഡി ചിത്രമായിരുന്നു 'യൂത്ത്'. മികച്ച പ്രതികരണം നേടിയ സിനിമ ബോക്സ് ഓഫീസിലും മികച്ച വിജയം കാഴ്ചവെച്ചു. വേണു തോട്ടാമ്പുടി നായകനായി എത്തിയ 'ചിരുത്തന്നേത്' എന്ന സിനിമയുടെ റീമേക്കായിരുന്നു 'യൂത്ത്'. കെ. സെൽവഭാരതിയുടെ സംവിധാനത്തിൽ വിജയ് നായകനായി 2003 പുറത്തിറങ്ങിയ സിനിമയായിരുന്നു 'വസീകര'. സ്നേഹ, വടിവേലു തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രമായി എത്തിയ സിനിമ വലിയ വിജയമായിരുന്നു. വെങ്കടേഷിനെ നായകനായി എത്തിയ തെലുങ്ക് ചിത്രം 'నువ్వు నాకు నచ్చావే' എന്ന സിനിമയുടെ റീമേക്കായിരുന്നു 'വസീകര'. ത്രിവിക്രം തിരക്കഥ എഴുതിയ സിനിമയ്ക്ക് ഒരുക്കിയത് കെ. വിജയഭാസ്കർ ആയിരുന്നു. വിജയുടെ റൊമാന്റിക് കോമഡി സിനിമയായ 'സച്ചിൻ', ജെനീലിയ നായികയായി എത്തിയ സിനിമയ്ക്ക് വലിയ സ്വീകാര്യത ഇപ്പോഴുമുണ്ട്. സിനിമയുടെ ഗാനങ്ങൾക്ക് നിറയെ ആരാധകരുണ്ട്. 'നീത്തോ' എന്ന തെലുങ്ക് സിനിമയുടെ റീമേക്കായിരുന്നു 'സച്ചിൻ'. രണ്ട് സിനിമ സംവിധാനം ചെയ്തതും ജോൺ മഹേന്ദ്രൻ തന്നെയാണ്. പ്രകാശ് കോലവടി, മഹേൽ ചാഹൽ എന്നിവരാണ് തെലുങ്ക് പതിപ്പിൽ പ്രധാന വേഷത്തിൽ എത്തിയതും. വിജയുടെ എക്കാലത്തെയും മികച്ച വിജയമായി കണക്കാക്കപ്പെടുന്ന സിനിമയാണ് 'ഗില്ലി'. ധരണി ഒരുക്കിയ സിനിമ തൃഷയായിരുന്നു വിജയുടെ നായികയെത്തിയത്. മികച്ച വിജയം നേടിയ സിനിമ ഇന്നും നിറയെ ആരാധകരുണ്ട്. മഹേഷ് ബാബു നായകനായി എത്തിയ 'ഒക്കടു' എന്ന സിനിമയുടെ റീമേക്കായിരുന്നു 'ഗില്ലി'. ഭൂമിക ചൗളയാണ് ആ തെലുങ്ക് പതിപ്പിൽ നായികയായി എത്തിയത്. വിജയുടെ കരിയറിൽ തന്നെ വലിയ വഴിത്തിരിവുണ്ടാക്കിയ സിനിമയായിരുന്നു 'ഗില്ലി'. രമണിയുടെ സംവിധാനത്തിൽ വിജയ് നായകനായി 2006 പുറത്തിറങ്ങിയ സിനിമയാണ് 'ആദി'. ഒരു ആക്ഷൻ ത്രില്ലർ ചിത്രമായി ഒരുക്കിയ ഈ സിനിമ കല്യാണം നായകനായി എത്തിയ 'അതന്നടേ' എന്ന സിനിമയുടെ റീമേക്കായിരുന്നു. സുരേന്ദ്ര റെഡ്ഡി തിരക്കഥയൊരുക്കി സംവിധാനം ചെയ്ത തെലുങ്ക് ചിത്രം വലിയ വിജയം നേടിയിരുന്നു. വിജയുടെ കരിയറിൽ ഏറ്റവും വലിയ ഹിറ്റ് സിനിമകളിൽ ഒന്നാണ് 'പോക്കിരി'. പ്രഭുദേവ ഒരുക്കിയ സിനിമ വലിയ വിജയമാണ് നേടിയത്. പ്രകാശ് രാജ്, അസിൻ, വടിവേലു എന്നിവർ പ്രധാന വേഷത്തിലെത്തിയ സിനിമ വലിയ കളക്ഷനാണ് നേടിയത്. മഹേഷ് ബാബു ചിത്രം 'പോക്കിരി'യുടെ തമിഴ് പതിപ്പാണ് വിജയുടെ ചിത്രം. പുരി ജഗന്നാഥ് ഒരുക്കിയ ഈ തെലുങ്ക് പതിപ്പിൽ ഇല്യാന, പ്രകാശ്, നാസർ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയിരുന്നു. മഹേഷ് ബാബുവിന്റെ കരിയറിൽ വഴിത്തിരിവുകൾ ഒന്നാണ് 'പോക്കിരി'. വീണ്ടും ഒരു തെലുങ്ക് റീമേക്കുമായി വിജയ് എത്തുമ്പോൾ വിജയം ആവർത്തിക്കും എന്നാണ് ആരാധകർ പറയുന്നത്. വിജയ്ക്കൊപ്പം പൂജ ഹെഗ്ഡെ, മമിത ബൈജു, ബോബി ഡിയോൾ, പ്രകാശ് രാജ്, ഗൗതം വാസുദേവ് മേനോൻ, നരേൻ, പ്രിയാമണി, മമത ബൈജു തുടങ്ങിയ വമ്പൻ താരനിര ജനനായകനിൽ അണിനിരക്കുന്നു.